ഇതുപോലെ സൗണ്ടുള്ള ക്ലാരിറ്റി ഉള്ള ഒരു ഹോൺ ഉപയോഗിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. കാര്യം ഒന്ന് മഴക്കാലമാണ്, വാഹനങ്ങൾ മാറ്റിത്തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിന് ഉള്ള ഒരാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മുഴുവനായിട്ട് കാണുക, ഇത് ട്രൈ ചെയ്ത് നോക്കുക. മെയിൻലി അതാണ് ഉദ്ദേശം നമ്മുടെ. നിങ്ങളെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഹോണിന് സൗണ്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹോണുകൾ തമ്മിൽ ഘടിപ്പിക്കാനുള്ള ഹോൺ ക്ലിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഹോൺ ക്ലിപ്പുകൾ തയ്യാറാക്കി കഴിഞ്ഞു. 4 ആവശ്യമാണ് 2 ഹോണിന്. ഇനി നമുക്ക് ആവശ്യം ഹോണുകളാണ്. അതിൽ സൗണ്ട് ക്വാളിറ്റി ഉള്ള, നന്നായിട്ട് പവറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ശേഷിയുള്ള ഹോണുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. ഇത് നമ്മൾ JG എന്ന് പറയുന്ന കമ്പനിയുടെ ഹോണുകളാണ് ഉപയോഗിക്കുന്നത്. ഹോണിലേക്ക് ക്ലിപ്പുകളെല്ലാം കണക്ട് ചെയ്തു. ഹോണിൻ്റെ സൗണ്ട് കൂട്ടാൻ നമുക്ക് ആവശ്യമുള്ള ഐറ്റം ഒരു ഹോൺ റിലേയാണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അഗ്നി എന്ന കമ്പനിയുടെ 4 ലെഗ് റിലേയാണ്. ഇതിൽ ഈ ടെർമിനൽ ബാറ്ററിയിലേക്ക് പോകുന്നതും ഇത് ഹോണിലേക്ക് പോകുന്ന ടെർമിനലും, ഈ 2 വണ്ടിയുടെ ഡയറക്റ്റ് വരുന്നതിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. ഹോണിൻ്റെ കണക്ഷനിലേക്ക് നമുക്കിത് രണ്ടും കണക്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഹോണിലേക്കാണ്. ആദ്യം തന്നെ നമുക്കെന്നാ ഹോണിലേക്കുള്ളത് അങ്ങ് യോജിപ്പിച്ചേക്കാം. ഒരു വയർ ഹോണിലേക്ക്, ഒന്ന് എർത്താണ്, ഹോണിലേക്ക് പോകുന്ന മറ്റൊന്ന് എർത്താണ്. ഇതിപ്പോൾ ഹോണിലേക്ക് പോകുന്ന ഒരു വയർ നമുക്ക് സോൾഡറിങ് ആണ് ഉപയോഗിച്ച് സോൾഡർ ചെയ്ത് യോജിപ്പിക്കേണ്ടതുണ്ട്. നമുക്കിത് ഈ വയറുകൾ തമ്മിൽ സോൾഡർ ചെയ്ത് വെക്കാം. സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ എന്ന് വെച്ചാൽ ക്ലാവ് പോലുള്ള കാര്യങ്ങളൊന്നും ഈ വയറിൽ പിടിക്കില്ല. അത് നമുക്ക് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോൾഡർ ചെയ്ത ശേഷം ഇൻസുലേറ്റ് ചെയ്താൽ മതി, സാധാരണ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച്. അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ബൈക്കിൻ്റെ ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലിലേക്ക് റിലേയിലേക്ക് വരുന്ന വയർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് പോസിറ്റീവ് ടെർമിനലിൽ ഊരാം. അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്ത വയർ എടുത്ത് അതിലേക്ക് കൊടുക്കാം. വണ്ടിയിൽ നിന്ന് ഹോണിലേക്ക് ഡയറക്റ്റ് വരുന്ന 2 വയറിൽ ഇതിനും എർത്തും പോസിറ്റീവും വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എർത്തും പോസിറ്റീവും നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം അറിയാം, കളർ കോഡുള്ളതാണ് വയറിന്. അപ്പോൾ കളർ കോഡിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഡയറക്റ്റ് കൊടുക്കുന്നത്. അത് ചെക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് വണ്ടിയിൽ നിന്ന് വരുന്ന പവറിൻ്റെ വയറാണ്. അത് നമുക്ക് റിലേയിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് കണക്ട് ചെയ്യാം. ഇത് സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോൾഡർ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. നാളെ അത് ക്ലാവ് പിടിക്കുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. റിലേയുടെ പോസിറ്റീവിലേക്ക് നമ്മൾ ഹോണിൻ്റെ ഒരു വയർ കൊടുത്ത ശേഷം അടുത്ത വയർ നമുക്ക് ഹോണിലേക്ക് വേണ്ടത് എർത്ത് വയറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഹോൺ രണ്ടും കണക്ട് ചെയ്ത ശേഷം എർത്ത് വയർ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഹോണിൻ്റെ എർത്ത് ലൈന്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് വണ്ടിയിൽ നിന്ന് വരുന്ന 2 ലൈനുകളിൽ ഏതിലാണ് എർത്ത് ലൈൻ ഉള്ളതെന്നുള്ളതാണ്. അതിനായി നമുക്ക് വണ്ടിയിൽ നിന്ന് വരുന്ന ലൈൻ എടുത്ത് ഹോണിൻ്റെ ഒരു പോയിന്റിലും പിന്നീട് ഹോണിൻ്റെ ഒരു പോയിന്റ് ബോഡിയിലും ടച്ച് ചെയ്ത് നോക്കാം. സൗണ്ട് ഇല്ലാത്തതിനാൽ ഇത് നെഗറ്റീവാണ്. ഇനി നമുക്ക് ഹോണിൻ്റെ നെഗറ്റീവ് ടെർമിനലിനെ വണ്ടിയുടെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യാം. ഗ്രീൻ കളറിലുള്ള ഈ പോയിന്റ് നെഗറ്റീവാണ്. ഇതിപ്പോൾ കണക്ഷൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പിരിച്ചു വെക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം സോൾഡർ ചെയ്ത് തന്നെ വെക്കണം. സോൾഡർ ചെയ്ത് ഇൻസുലേറ്റ് ചെയ്യേണ്ടതാണ്.
ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നും വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ഡേ.